ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റ് എന്ന സസ്യത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ട്രാൻസിയാന ട്രിഫാസിയാറ്റ എന്നാണ്. ഇവയുടെ കുടുംബം ആസ്പെരാജസേസി എന്നാണ്. സ്നേക്ക് പ്ലാന്റ് ഒരു ദീർഘകാലം ജീവിക്കുന്ന വളരെ കുറച്ച് പരിപാലനം മാത്രം വേണ്ട ഇൻഡോർ സസ്യമാണ്. ഇലകളുടെ ആകൃതി പാമ്പിനെ പോലെ ആയതിനാൽ ഇതിനെ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നു. മദർ ഇൻ ലോസ്റ്റൺ എന്ന പേരിലും അറിയപ്പെടുന്നു. നീളം കൂടിയ കട്ടിയുള്ള നിവർന്ന് നിൽക്കുന്ന ഇലകൾ ആണ്. പച്ച നിറത്തിൽ മഞ്ഞ വെളുപ്പ് വരകളുള്ള ഇലകളാണ് ഇവയ്ക്ക്. സാധാരണയായി 30-120 സെൻറ്റിമീറ്റർ വരെ വളരും. കുറഞ്ഞ വെളിച്ചത്തിലും വളരും, എന്നാൽ പരോക്ഷമായ തെളിച്ചം നല്ലത് ആണ്. വളരെ കുറച്ച് മണ്ണ് മാത്രം ഇവയ്ക്ക് മതി. നല്ല ഡ്രെയിനേജുള്ള മണ്ണ് ആവശ്യമാണ്. 18-35 ഡിഗ്രി സെൽഷ്യസ് ഇവയ്ക്ക് ആവശ്യമാണ്. ഇവ അപൂർവമായി പൂക്കാറുള്ളൂ. വെളുപ്പ് ഇളം പച്ച നിറത്തിലുള്ള ചെറിയ പൂക്കൾ സുഗന്ധമുള്ളവയാണ്. വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. രാത്രിയിൽ പോലും ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ്. ഇല കട്ട് ചെയ്ത് വർദ്ധിപ്പിക്കാം. വളർത്തു മൃഗങ്ങൾക്ക്, ഉദാഹരണത്തിന് നായ, പൂച്ചയ്ക്ക് വിഷമാകാം. അത്യധികം വെള്ളം കൊടുത്താൽ വേര് കുഴഞ്ഞ് നശിക്കും. അപൂർവമായി പൂക്കുന്നതിനാൽ വിത്തുകൾ വളരെ കുറവാണ്. പൂക്കൾ വന്നാൽ ചെറിയ വിത്തുകൾ രൂപപ്പെടും. വിത്ത് നനഞ്ഞ മണ്ണിൽ മുളയ്ക്കും. സാധാരണയായി 2-4 ആഴ്ച എടുക്കും. വളർച്ച വളരെ മന്ദമാണ്. ചെറിയ മൃദുവായ ഇലകൾ പുറത്തു വരും. കുറഞ്ഞ വെള്ളവും പരോക്ഷ വെളിച്ചവും ആവശ്യമാണ്. നീളം കൂടിയ കട്ടിയുള്ള ഇലകൾ വളരുന്നു. ഭൂമിക്കടിയിൽ റൈസോം രൂപപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് സസ്യം കൂടുതൽ ആരോഗ്യകരമാകുന്നത്. സസ്യം പൂർണ്ണ ഉയരത്തിലെത്തും. ഇലകൾ കട്ടിയുള്ളതും ശക്തവുമാകും. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ പൂക്കൾ വരാം. റൈസോം വിഭജിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാം. ഇല കട്ട് ചെയ്തും വളർത്താം. ഇത് ജീവിതചക്രത്തിൻ്റെ തുടർച്ചയാണ്. ഇവ ദീർഘായുസ്സുള്ള സസ്യമാണ്. കുറഞ്ഞ പരിചരണത്തിൽ വർഷങ്ങളോളം ജീവിക്കും. ഒരിക്കൽ നട്ടാൽ തുടർച്ചയായി പുതിയ തൈകൾ നൽകും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.